എനിക്ക് അതാണ് റിഗ്രറ്റും. കാരണം എനിക്കിപ്പോൾ ഞാൻ ചിലപ്പം ക്ലിനിക്ക് ഫ്രീ ആകുമ്പോൾ ഞാനിങ്ങനെ ഓർക്കും ഇപ്പോൾ കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ കേൾത്തേനെ ബാക്കി ക്ലാസ്സസ് എന്ന്. അതിൽ അനാറ്റമി ഒക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് ഇത്രയും ഇൻഡെപ്തിൽ ഓരോ ടോപ്പിക്കും എക്സ്പ്ലെയിൻ ചെയ്താൽ നമ്മൾ പാട്ടിയ ഒറിജിനൽ ഗുരുസ് എല്ലാവരും പഠിപ്പിക്കുന്നത്. ഹലോ ഓൾ, ഡോക്ടർ ആഷിഖാണ് ഫ്രം പാട്ടിയ കാലിക്കറ്റ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഓൾ ഇന്ത്യ റാങ്ക് 466 ആണ് ഡോക്ടർ നിക്കി സൂസൻ. നിക്കി ആക്ച്വലി പ്രിപ്പറേഷൻസ് വളരെ ആക്റ്റീവ്ലി കൊണ്ടുപോയ ഒരു പേഴ്സൺ ആണ്. സോ നമുക്ക് ഇന്ന് ഒരു ജേണി നീറ്റ് MDS എങ്ങനെ ക്രാക്ക് ചെയ്തു, എന്തൊക്കെ ചാലഞ്ചസ് ആണ് ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ വെൽക്കം ഡോക്ടർ നമ്മുടെ ഈ ഒരു ചെറിയ സെഷനിലോട്ട്. ഡോക്ടർ, എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ജേണി പറയുകയാണെങ്കിൽ? എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? ഡോക്ടർ UG എവിടെയാണ് ചെയ്തത്? ഏത് ബാച്ചായിരുന്നു? എങ്ങനെയാണ് ഈ ഒരു MDS പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഒരു ഇതിലോട്ട് എത്തിയത്? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഡോക്ടർ, എന്നെ ഇങ്ങനെ ഒരു ഇതിൽ ഇൻവൈറ്റ് ചെയ്തതിൽ. ഞാൻ ആക്ച്വലി എൻ്റെ UG ചെയ്തത് എഡ്യൂക്കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെൻ്റൽ സയൻസസ് മലപ്പുറമായിരുന്നു. അവിടെ എൻ്റെ വീട് സത്യം പറഞ്ഞാൽ തിരുവല്ലയാണ് വരുന്നത്. അപ്പം അവിടുത്തെ PG ഒക്കെ UG കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് ക്ലിനിക്കൽ പ്രാക്ടീസ് ആയിരുന്നു. ഞാൻ സ്ട്രേറ്റ് അവേ കഴിഞ്ഞ ഉടനെ ക്ലിനിക്ക്. അപ്പം എനിക്ക് MDS എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇന്റേൺഷിപ്പിൽ ഒട്ടും പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ പറ്റിയില്ല. എനിക്ക് കുറച്ച് വീട്ടിലെ കാര്യങ്ങൾ കാരണം കുറച്ചൊരു ലോങ് എക്സ്റ്റൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ക്ലിനിക്കിൽ കയറി ലേറ്റ്ലി ഒരു ഏകദേശം ഒരു നവംബർ വരെ ഞാൻ ക്ലിനിക്കുമായിട്ട് ബിസി ആയിരുന്നു. നവംബർ മുതലാണ് എൻ്റെ ഒരു ആക്റ്റീവ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുന്നേ ഞാൻ ക്ലിനിക്ക് നിർത്തി, ഒരു 1 or 2 months മുന്നേ നിർത്തി, പക്ഷേ GP ആയിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു നവംബർ മുതൽ ഒരു 3 months നല്ല പ്രിപ്പറേഷൻ ചെയ്തു. പിന്നെ വെഡിങ്ങും കാര്യങ്ങളൊക്കെ വന്ന് ഒന്ന് ഡിക്ലൈൻ ചെയ്തു. എനിക്ക് തോന്നുന്നു ജനുവരിയിൽ എക്സാം ആയ കാരണം വെഡിങ് ഏപ്രിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏപ്രിലോട്ട് എക്സാം മാറ്റി, അങ്ങനെ കുറെ ചാലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ഈ പ്രിപ്പറേഷൻസ് ഇപ്പോൾ 3 months ആണ് വളരെ ആക്റ്റീവ്ലി ഇരുന്നെന്ന് പറഞ്ഞു. ഡോക്ടറുടെ ഒരു UG ലൈഫിൽ എത്രത്തോളം അത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഐ മീൻ UG ലൈഫ് എത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു റാങ്ക് അച്ചീവ് ചെയ്യാൻ? ഡോക്ടറെ, UG ലൈഫിൽ അത്യാവശ്യം അക്കാഡമിക്കലി ഞാൻ കുറച്ച് മുന്നോട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ ക്രെഡിറ്റ്സും എൻ്റെ സ്റ്റാഫിനാണ് തീർച്ചയായിട്ടും. കാരണം പ്രത്യേകിച്ച് ചില സബ്ജക്ട്സ് ലൈക്ക് ഓറൽ പെത്തോളജി, പെരിയോ, ഇതൊക്കെ എനിക്ക് അത്യാവശ്യം കോളേജിൽ നിന്ന് തന്നെ ഒരു ബേസ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഈ 3 months ആണെന്ന് പറഞ്ഞാലും എനിക്ക് ഓറൽ പെത്തോളജിയിൽ അധികം ടൈം ഇരിക്കേണ്ടി വന്നിട്ടില്ല. പെരിയോയിൽ അധികം ടൈം സ്പെൻഡ് ചെയ്യും. പീഡോ, അങ്ങനത്തെ ചില സബ്ജക്ട്സ് ഒക്കെ എനിക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റും, ഡെന്റൽ പൾസ്. അപ്പം അത് ഡെഫിനറ്റ്ലി അത് കോളേജിൽ നിന്ന് തന്നെ കിട്ടിയ ഒരു ഇതായിരുന്നു. പക്ഷെ അതേപോലെ തന്നെ എനിക്ക് കോളേജിൽ നമ്മൾ നിഗ്ലക്ട് ചെയ്ത ചില സബ്ജക്ട്സ് ഉണ്ടല്ലോ, അതിൽ കുറച്ചധികം ടൈം ഇരിക്കേണ്ടി വന്നു. അപ്പോൾ മെയിനായിട്ട് ആ ഒരു ക്ലിനിക്കൽ നമ്മൾ ക്ലിനിക്കൽ കേസസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം കൂടുതലും അവിടെ വരുന്നത് ഓർത്തോ കേസസും അങ്ങനത്തെ കേസുകളും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ ഒരു ബാക്ക് ടു സ്റ്റഡീസ് എന്ന് പറഞ്ഞപ്പോൾ അതൊരു ചലഞ്ചിങ് ആയിരുന്നു. അപ്പം ഡെഫിനറ്റ്ലി എഡ്യൂക്കെയറിൽ നിന്ന് കിട്ടിയ ഒരു ബേസ് കാരണം എനിക്കത് പറ്റിയത്. പിന്നെ ഡെഫിനറ്റ്ലി പാട്ടിയുടെ ക്ലാസ്സസ് ഞാൻ അപ്പം തൊട്ട് സ്റ്റാർട്ട് ചെയ്തത് കാണാൻ. എനിക്ക് തോന്നുന്നു ഒരു ഒക്ടോബറിൽ ഞാനിരുന്ന് ക്ലാസ്സസ് എനിക്ക് ടൈം കിട്ടുന്നതനുസരിച്ച് കാണാൻ തുടങ്ങി. അതിൽ മെയിനായിട്ടും ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ക്ലാസ്സസ് ആണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തത്. കാരണം അനാറ്റമി കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് മൈൻഡ് ആയിരുന്നു. പിന്നെ അതേപോലെ ഫിസിയോളജി, ബയോ കെമിസ്ട്രി, അങ്ങനത്തെ സബ്ജക്ട്സ് എല്ലാം ഞാൻ പാട്ടിയുടെ ക്ലാസ്സസ് കേട്ടു. പിന്നെ ഫൈനൽ ഇയർ സബ്ജക്ട്സ് എനിക്ക് കേൾക്കാൻ ഡോക്ടറിന് അറിയാലോ, ലൈക്ക് നമുക്ക് എല്ലാം കേൾക്കാനുള്ള ടൈം ഇല്ല. അപ്പം നമുക്ക് തിയറി കൊണ്ട് ഫുൾ ഇരിക്കാൻ പറ്റത്തില്ല. പിന്നെ പാട്ടിയുടെ നോട്ട്സും ഉണ്ടായിരുന്നു. അപ്പം ഈ സബ്ജക്ട്സിൻ്റെ എല്ലാം തന്നെ ക്ലാസ്സസ് കേട്ടു. പിന്നെ അതിൻ്റെ നോട്ട്സും നോക്കി, നമ്മുടെ മൈക്രോ നോട്ട്സ് എല്ലാം കണ്ടു. അങ്ങനെയാണ് ഞാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ കൂട്ടത്തിൽ സൈഡ് ബൈ സൈഡ് ഡെന്റൽ പൾസ് സോൾവ് ചെയ്തു. ഈ ഇന്റേൺഷിപ്പിൽ എന്തായാലും ഒരു ചെറിയ രീതിയിൽ പ്രിപ്പറേഷൻ കൊണ്ടുപോയിട്ടുണ്ടാവും. അതെങ്ങനെയായിരുന്നു ആ സമയത്തുണ്ടായിരുന്നു? ഇന്റേൺഷിപ്പിൽ ഇതുപോലെ ഡോക്ടറെ ചില ഡിപ്പാർട്ട്മെന്റ്സിൽ മാത്രമേ എനിക്ക് പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പം അതുപോലെ ഇപ്പോൾ പെരിയോയിൽ ഞാൻ അത്യാവശ്യം അവിടെ കേസസ് കുറവുള്ള ടൈമിൽ ഇരുന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുമായിരുന്നു. അതേപോലെ ഓറൽ പെത്തോളജിയിലും അതൊക്കെ. പക്ഷേ നമുക്ക് ഒരു പ്രിപ്പറേഷൻ ആക്റ്റീവ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് കഴിഞ്ഞ് എനിക്ക് ക്ലിനിക്കിലോട്ട് ഞാൻ കയറിയതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഫ്രം സീറോ തുടങ്ങുന്ന ഒരു അവസ്ഥയായിരുന്നു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ. അപ്പം ആ ഇന്റേൺഷിപ്പിലേത് എനിക്കൊരു ഹെൽപ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. കാരണം അവിടെ നമുക്ക് ആ ടൈമിലും ആക്റ്റീവായിട്ട് വേറെ പരിപാടികളും എക്സ്ട്രാ കരിക്കുലേഴ്സും എല്ലാം ഉണ്ടായിരുന്നു. കോളേജ് അത്യാവശ്യം നല്ലൊരു ആക്റ്റീവ് കോളേജാണ്. അപ്പം അങ്ങനെയൊക്കെ ബിസിയായി. പിന്നെ എക്സ്റ്റൻഷൻ കഴിഞ്ഞ് ചെന്നപ്പോൾ പിന്നെ കോൺവൊക്കേഷനായി. അങ്ങനെ ഇന്റേൺഷിപ്പിൽ അധികം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് കുറച്ച് ഞങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മൾ കൂടുതലും ക്ലിനിക്കൽ കേസസ് ചെയ്യുന്നു, ഇരിക്കുന്നു, അങ്ങനെ ഒരു ഇതായിരുന്നു. കൂടുതലും MDS പ്രിപ്പറേഷൻ അധികം നടന്നിട്ടില്ല ഇന്റേൺഷിപ്പ്. ഡോക്ടറിന്റെ ഒരു അഭിപ്രായത്തിൽ ഇന്റേൺഷിപ്പിൽ പ്രിപ്പറേഷൻ ആണോ അല്ലെങ്കിൽ അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും? ഐ മീൻ ഡോക്ടർ ഇപ്പോൾ ഇന്റേൺഷിപ്പിൽ അത്രത്തോളം ആക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല. ബെസ്റ്റ് ആയിട്ട് തുടങ്ങാൻ പറ്റിയ സമയം എപ്പോഴാണ്? ഡോക്ടർ, ബെസ്റ്റ് ടൈം ഡെഫിനറ്റ്ലി ഇന്റേൺഷിപ്പ് തന്നെയാണ്. കാരണം അതൊരു മിത്താണ്. നമ്മൾ ചിലൊരു സ്റ്റുഡൻസ് പറയും, ചേച്ചി എൻ്റെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത്തവണ എഴുതുന്നില്ല. അത് ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഇന്റേൺഷിപ്പിൽ നമുക്ക് ആ ഒരു ഫ്രഷ് മെമ്മറി കാണും. നമ്മൾ പഠിച്ച ആ ഒരു ഇറങ്ങിയ ടൈമല്ലേ, ആ ടൈമിലാണ് നമുക്ക് ഏറ്റവും നല്ല റാങ്ക് കിട്ടാനുള്ള ചാൻസ്.
എത്രയും ഇയേഴ്സ് കഴിയുന്നു അത്രയും നമ്മുടെ ചാൻസസ് കുറയാനുള്ള ഒരു ടെൻഡൻസിയാണ് എനിക്ക് മനസ്സിലായത്. കാരണം എനിക്ക് തന്നെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു. ഞാനൊരു 9 months ക്ലിനിക്കിൽ വർക്ക് ചെയ്തു. ആ 9 months പക്ഷെ എനിക്കൊരു കുറേ ഇയേഴ്സ് കഴിഞ്ഞൊരു ഫീൽ ആയിരുന്നു പിന്നെയും സ്റ്റഡീസിലോട്ട് വന്നപ്പോൾ. അപ്പം ആ ഫ്രഷ് മെമ്മറി ഉണ്ട്. പിന്നെ അത് മാത്രമല്ല നമുക്ക് ആ ഒരു കുറച്ചും കൂടി സപ്പോർട്ടീവ് എൻവയൺമെന്റ് ആയിരിക്കും. നമുക്ക് ആ കോളേജിൽ നമ്മുടെ സീനിയേഴ്സിനോട് ചോദിച്ച് പഠിക്കാനാണെങ്കിലും ഒക്കെ ഇന്റേൺഷിപ്പ് ആണ് ബെസ്റ്റ് ടൈം. അപ്പം ആ ടൈം യൂട്ടിലൈസ് ചെയ്യുക കൂടുതലും. ഈ MDS എടുക്കണം, ഐ മീൻ ഡോക്ടർ പ്രൈവറ്റ് കോളേജ് പഠിച്ചതാണ്. യൂഷ്വലി പ്രൈവറ്റ് കോളേജ് പഠിക്കുന്ന ആൾക്കാർ വേറെ കരിയർ ഓപ്ഷൻസ് ഒക്കെ തേടി പോകാറാണ്. MDS എടുക്കണം എന്ന് എപ്പോഴാണ് തീരുമാനിച്ചത്? അത് ഡോക്ടർ മെയിനായിട്ട് എനിക്ക് ടീച്ചിങ് ആയിരുന്നു എൻ്റെ പാഷൻ. റൈറ്റ് ഫ്രം ബിഗിനിങ് എനിക്ക് ഫസ്റ്റ് ഇയർ ഞാൻ സത്യം പറഞ്ഞാൽ BDS ഓർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അങ്ങനെ ഒരു ഇതായിരുന്നു എൻ്റെ മനസ്സിൽ. അങ്ങനെ ഞാൻ നീറ്റ് എഴുതി, ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഡയറക്റ്റ് ഫസ്റ്റ് ടൈമിൽ ഞാൻ കിട്ടിയപ്പം അത്യാവശ്യം ഒരു റാങ്ക് ഉള്ളതുകൊണ്ട് ഞാനൊരു പ്രൈവറ്റ് സീറ്റ് എടുത്തു, അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കയറി കഴിഞ്ഞ് എനിക്ക് മനസ്സിലായത് നമുക്ക് കുറച്ചും കൂടി നമുക്ക് പൊട്ടൻഷ്യൽ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ടീച്ചിങ്ങിലും അങ്ങനെ ഒരുപാട് കരിയർ ഓപ്ഷൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എല്ലാ ഫീൽഡിലെ പോലെ നമ്മളും ഇപ്പോൾ സാച്ചുറേഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ MDS ഒരു നെസസിറ്റി ആണെന്ന് എനിക്കൊരു ഫൈനൽ ഇയർ ആയപ്പോഴത്തേക്ക് ഫീൽ ചെയ്തു. അപ്പോൾ എന്തായാലും എടുക്കും എന്നുണ്ടായിരുന്നു മനസ്സിൽ. പക്ഷെ എന്നാണെന്ന് ഈ കുറേ ചാലഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പം എനിക്കൊരു ഡൗട്ടായിരുന്നു. മേ ബി 2026 നീറ്റ് എന്നുള്ളൊരു ഇതായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പം 2025 എനിക്ക് കിട്ടിയ സമയത്തിൽ എത്രയും പറ്റും അത്രയും ഇട്ടങ്ങ് ചെയ്യായിരുന്നു. ഇപ്പോൾ കോൺസെപ്റ്റ്സ് ബിൽഡിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഈ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ. അപ്പോൾ ക്ലാസ്സസ് എത്രത്തോളം കോൺസെപ്റ്റ്സ് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഓൾസോ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ടോപ്പിക് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പ്രിപ്പറേഷൻ സമയത്ത്? തീർച്ചയായിട്ടും ഡോക്ടറെ. കാരണം ക്ലാസ്സസ് ആണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പം എനിക്ക് അതാണ് റിഗ്രറ്റും. കാരണം എനിക്കിപ്പോൾ ഞാൻ ചിലപ്പം ക്ലിനിക്ക് ഫ്രീ ആകുമ്പോൾ ഞാനിങ്ങനെ ഓർക്കും ഇപ്പോൾ കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ കേൾത്തേനെ ബാക്കി ക്ലാസ്സസ് എന്ന്. കാരണം ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ടോപ്പിക്സ് ഞാൻ കംപ്ലീറ്റ് ഓൾമോസ്റ്റ് എല്ലാം കേട്ടു. അതിൽ അനാറ്റമി ഒക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് ഇത്രയും ഇൻഡെപ്തിൽ ഓരോ ടോപ്പിക്കും എക്സ്പ്ലെയിൻ ചെയ്താൽ നമ്മൾ ഭാട്ടിയ ഒറിജിനൽ ഗുരുസ് എല്ലാവരും പഠിപ്പിക്കുന്നത്. അതേപോലെ എടുത്തു പറയേണ്ട ചിലതെന്ന് വെച്ചാൽ ഡെന്റൽ മെറ്റീരിയൽസ് ഒക്കെ എൻ്റെ കോൺസെപ്റ്റ്സ് ഒട്ടും ക്ലിയർ ആയിരുന്നില്ല. അപ്പം നമ്മൾ ഓർക്കും നമുക്കറിയാം, പക്ഷേ ഇങ്ങനെ ഒരു ക്ലാസ് കേൾക്കുമ്പോഴാണ് ഇത്രയും ഇൻഡെപ്ത് ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ഓരോ ക്ലാസ്സസും ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു ക്ലാസ്സസ്. അതാണ് എല്ലാം കേട്ടിരുന്നെങ്കിൽ എന്ന് എനിക്കിപ്പോൾ ഒരു ഇതുണ്ട്, റിഗ്രറ്റ് ഉണ്ട്. അത് എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നവർ ഡെഫിനറ്റ്ലി ക്ലാസ്സസ് എല്ലാം സൈഡ് ബൈ സൈഡ് ക്ലാസ്സും ക്വസ്റ്റ്യൻസും അങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ഫാക്കൾട്ടി ആരായിരുന്നു? ഐശ്വര്യ സാറും ഹിമാനി മാമും ആയിരിക്കും ഫേവറേറ്റ് ആയിട്ട്. ഹിമാനി മാഡത്തിന്റെ രാവിലത്തെ സെഷൻസ് കേൾക്കാറുണ്ടായിരുന്നു? ഇടയ്ക്കിടയ്ക്ക് കേൾക്കുമായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ലൈക്ക് ഈ ഒരു സെഷൻസും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ റാങ്കിലോട്ട് എത്രത്തോളം? അത് നമുക്ക് ഈ പഠിത്തം മാത്രമല്ലല്ലോ ഡോക്ടർ, നമുക്ക് ആ മോട്ടിവേഷനും നമുക്ക് ഈ നമ്മളൊന്ന് പുഷ് ചെയ്യാനായിട്ടൊരു ഇതാണ് മെയിനായിട്ട് വേണ്ടത്. അത് ഡെഫിനറ്റ്ലി നമുക്ക് ഇങ്ങനെ ഒരു സെന്റർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. കാരണം ബേൺ ഔട്ട് ആവുമായിരുന്നു ഓരോ പീരീഡിലും, അങ്ങനെ ആകും. അപ്പം ഈ ഒരു മോട്ടിവേഷൻ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ MCQs ചെയ്യുന്നതാണല്ലോ ഇതിൻ്റെ ഒരു കോർ ഏരിയ എന്ന് പറയുന്നത്. ഇപ്പോൾ MCQs ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നോ? ഡിഫിക്കൽട്ട് ആയിട്ടുള്ള MCQs എങ്ങനെയാണ് ഡോക്ടർ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഡോക്ടറെ ഇപ്പം ഞാനിപ്പം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന കുറച്ച് പേരായിട്ടൊക്കെ കണക്ട് ചെയ്തു. അപ്പം ആ ടൈമിൽ അവർ പറഞ്ഞത് അവർ തിയറി ഒക്കെ റിവൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ആ ഒരു സ്ട്രെസ് കാരണം മനസ്സിലായി എവിടെയെങ്കിലും ഞാൻ കോമ്പൻസേറ്റ് ചെയ്യണം. ഏതർ MCQസിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കോമ്പൻസേറ്റ് ചെയ്താലേ ആ റീച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. അപ്പം ഞാൻ ബിഗിനിങ്ങിൽ തന്നെ ഞാനൊരു 1000 ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുമായിരുന്നു. അപ്പം 1000 ക്വസ്റ്റ്യൻസ് ചില ദിവസം 1200 സോൾവ് ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു പേസ് കീപ്പ് ചെയ്തു ഒരു 3 months. അത് കഴിഞ്ഞ് ഡിക്ലൈൻ ചെയ്തു. ഡെഫിനറ്റ്ലി ഡിക്ലൈൻ ചെയ്യും. ചിലപ്പോൾ ഒരു 2 weeks 1000 ചെയ്യുമ്പം അടുത്തത് ഞാൻ 400 ആയിരിക്കും ചെയ്യുന്നത്, ചിലപ്പോൾ 200 ആയിരിക്കും ചില ദിവസം. അങ്ങനെ ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ മെയിൻ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം എത്രയും MCQs ചെയ്യാം അത്രയും ചെയ്യണം. ഇപ്പം ഈ ഗുരുക്കുൾ ആപ്പിലെ ക്വസ്റ്റ്യൻസ് ഇപ്പം അത് നമ്മളൊരു പൾസിലും കാണാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ ഗുരുക്കുൾ ആപ്പിൽ. അപ്പം അതൊക്കെ ചെയ്യുമ്പം നമ്മുടെ ആ ഇമ്പ്രൂവ്മെന്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഓരോ MCQs കഴിയുമ്പം ആ ഒരു ഇമ്പ്രൂവ്മെന്റ് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ കുറേ മെൻ്റൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാവുന്ന ഒരു സമയമാണ്. അപ്പോൾ പല മെൻ്റൽ ബ്രേക്ക് ഡൗൺസും അതുപോലെ തന്നെ ഇത് എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതിനെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? മെയിനായിട്ട് ഡോക്ടറെ ഒരു സപ്പോർട്ടീവ് എൻവയൺമെന്റ് നമുക്ക് എന്തായാലും അത്യാവശ്യമാണ്. ഇപ്പം പക്ഷേ നമുക്ക് വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെതായ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പം എനിക്ക് ഉണ്ടായ ഒരു ഡൗൺഫോൾ എന്ന് വെച്ചാൽ ആദ്യം ഞാൻ മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ളൊരു ഭയങ്കര കോൺസെപ്റ്റ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഒബ്വിയസ്ലി നമ്മുടെ റിലേറ്റീവ്സ് ആദ്യമൊക്കെ തന്നെ റാങ്ക് ഒക്കെ കിട്ടിയിട്ട് ഇപ്പം ജോലിക്ക് പോകാതെ വീട്ടിലിരുന്ന് പഠിക്കുവാണോ, അപ്പോൾ അതിനൊക്കെ ഞാൻ റെസ്പോൺസ് കൊടുക്കാനായിട്ടിരുന്ന് എൻ്റെ സമയം കുറേ വേസ്റ്റ് ചെയ്തു. പിന്നെ എനിക്ക് മനസ്സിലായി നമ്മളാണ് നമ്മുടെ കാര്യങ്ങൾക്ക് റെസ്പോൺസിബിൾ ആയിട്ട് നിൽക്കേണ്ടത്. അപ്പം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ തന്നെയാണല്ലോ നമ്മുടെ ഫേറ്റ് ഡിസൈഡ് ചെയ്യുന്നത്.
അപ്പം നമ്മൾ ചുറ്റുമുള്ളതൊന്നും കേൾക്കരുത്. എന്ത് നെഗറ്റിവിറ്റി എവിടുന്ന് കേട്ടാലും അത് നമ്മളങ്ങ് ഇറേസ് ചെയ്യണം. അപ്പം എപ്പോഴും നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു എൻവയൺമെന്റ് അത് ഇല്ലെങ്കിൽ പോലും നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ നോക്കുക, നെഗറ്റിവിറ്റിയെ മാറ്റി നിർത്തുക. അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് എപ്പോഴും സ്റ്റഡീസ് മാത്രമല്ല, അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു സ്ട്രെസ് ബ്രേക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റി, നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യാം. ഞാനാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരുന്നു ആ സമയത്ത്. എല്ലാം കംപ്ലീറ്റ്ലി മാറ്റി വെച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ പേരൻസിൻ്റെ കൂടെ പുറത്തു പോകുമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എല്ലാം. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് പഠിക്കാനും പറ്റത്തുള്ളൂ. കംപ്ലീറ്റ്ലി ആ സ്റ്റഡീസ് മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം ഒന്നും കൂടി ബേൺ ഔട്ട് ആവും. അപ്പം അങ്ങനെ ഈ പ്രിപ്പറേഷൻസ് ആക്ച്വലി ക്വാളിറ്റി ഓഫ് ടൈം ആണോ ക്വാണ്ടിറ്റി ഓഫ് ടൈം ആണോ ഇമ്പോർട്ടൻറ്റ്? ക്വാളിറ്റി ഡെഫിനറ്റ്ലി. ക്വാണ്ടിറ്റി ഓഫ് ടൈമിൽ റെലവൻസ് ഇല്ല എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഈ പ്രിപ്പറേഷനിൽ നിന്ന് മനസ്സിലായി. കാരണം ആ കിട്ടിയ ടൈമിലെ ക്വാളിറ്റിയാണ് ഇതിൽ ഡിസൈഡ് ചെയ്തത്. കാരണം നമ്മൾ എത്ര ഇപ്പം എന്നോട് എൻ്റെ സീനിയേഴ്സ് അതായിരുന്നു മെയിൻ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. കാരണം നമ്മൾ മെയിൻലി നമ്മുടെ ചില സീനിയേഴ്സ് നമ്മളോട് പറയും 1 വർഷമെങ്കിലും വേണം, അല്ലെങ്കിൽ കാര്യമില്ല. അപ്പം ഇതായിരുന്നു മെയിനായിട്ട് എൻ്റെ ഒരു നെഗറ്റീവ് തോട്ട് ആദ്യം മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ അതേസമയം ചില സീനിയേഴ്സ്, നമുക്ക് റാങ്ക് ഒക്കെ കിട്ടിയ സീനിയേഴ്സ് ചിലർ എന്നോട് പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല, ചിലപ്പോൾ നിനക്ക് പറ്റും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്തായാലും നമുക്ക് 2 മാസമാണെങ്കിൽ അത്രയെങ്കിലും ഒരു ഫൗണ്ടേഷൻ ആയല്ലോ. അപ്പം ആ ഒരു മോട്ടീവായിരുന്നു എൻ്റെ മനസ്സിലും. ഇത്രയും മാസം എന്തെങ്കിലും ഇത്രയും ചെയ്യാൻ പറ്റും അത്രയും ചെയ്യാം. അപ്പം മാക്സിമം ആ ഒരു 3 മന്ത്സിൽ നമുക്ക് ഫോക്കസ് ചെയ്തു എന്ന് മാത്രം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ഹാബിറ്റ് ലൈക്ക് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്തു, അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ? അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഒരു അണ്ടർ റേറ്റഡ് ഹാബിറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും, പക്ഷേ അത് ലാസ്റ്റ് സമയത്ത് ഇപ്പോൾ ഭയങ്കര റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത ഒരു ഹാബിറ്റ് എന്തെങ്കിലും ഉണ്ടോ? ഡോക്ടർ, ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈം തൊട്ടേ കുറച്ച് സിസ്റ്റമാറ്റിക് ആവാൻ നോക്കുമായിരുന്നു. ഭയങ്കര ഡിസിപ്ലിൻ അല്ല, പക്ഷെ എന്നാലും ഞാൻ രാവിലെയൊക്കെ എണീറ്റ് ഒരു 4:35 എണീക്കുമായിരുന്നു, നമുക്ക് പഠിക്കേണ്ട സമയത്തൊക്കെ. അപ്പം ആ ഒരു ഹാബിറ്റ് ഉള്ളത് കൊണ്ട് എനിക്ക് രാവിലെ എണീക്കാനുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ രാവിലെ എണീറ്റ് ആ റുട്ടീൻ അങ്ങ് ഫോളോ ചെയ്ത് പോകുമായിരുന്നു. അപ്പം അതൊരു ഹെൽപ്ഫുൾ. എനിക്ക് തോന്നുന്നു കുഹാസ് റാങ്ക് ഹോൾഡർ ആയിരുന്നു തോന്നുന്നു അല്ലേ? അതെ ഡോക്ടറെ, കുഹാസ് 2nd റാങ്ക് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം പക്ഷെ അതാണ്, അതൊക്കെ കഴിഞ്ഞപ്പം എനിക്ക് കിട്ടും എന്നുള്ള ഒരു വിചാരം എല്ലാവർക്കും ഉണ്ടെങ്കിലും എനിക്ക് ആ ടൈമിൽ നീറ്റിൽ ഒത്തിരി എമർജൻസീസ് വീട്ടിലുണ്ടായി. അങ്ങനെ എനിക്ക് എക്സാം അത് ഞാൻ ക്ലിനിക്കിൽ നിന്ന് ലീവ് എടുത്ത ഒരു ദിവസം പോയി എഴുതിയെന്ന് മാത്രം, പ്രിപ്പറേഷൻ ഒന്നും നടന്നില്ല ആ ഒരു വർഷം. അതിനുശേഷമാണ് നമുക്ക് കുറച്ചും കൂടി ഒരു കംപ്ലീറ്റ് സ്ട്രെച്ചിലോട്ട് മൂവ് ചെയ്തത്. പ്രിപ്പറേഷനിലെ ഡിഫിക്കൽട്ടീസ്, അതിനെങ്ങനെ കോപ്പപ്പ് ചെയ്ത് അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. കുറച്ചും കൂടി ഡോക്ടറിന് എന്തെങ്കിലും നല്ലൊരു ഇൻസിഡൻറ്റോ എന്തെങ്കിലും ഭയങ്കര ബ്രേക്ക് ഡൗൺ ആയി തിരിച്ചു വന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ? ഡോക്ടർ, അത് എങ്ങനെ പറയാൻ തരത്തില്ല. എനിക്ക് ബ്രേക്ക് ഡൗൺ ആയിരുന്നു കൂടുതലും. എനിക്ക് തോന്നുന്നു പഠിക്കുന്നതിനെക്കാട്ടി കൂടുതൽ. കാരണം ഈ വെഡിങ് പ്രിപ്പറേഷൻ ഒരു മാർച്ച് ലാസ്റ്റ് വീക്ക് ആയപ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറേ ട്രാവലിംഗ് ചെയ്യേണ്ടി വന്നു, സിസ്റ്ററിൻ്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഫെബ്രുവരിയിൽ ബിസി ആയിപ്പോയി, മാർച്ച് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ബിസിയായി, ഏപ്രിൽ കല്യാണം 21st. അപ്പോൾ എല്ലാം കൊണ്ടും ഭയങ്കര മെൻ്റൽ ബ്രേക്ക് ഡൗൺ ഉണ്ടായി. പിന്നെ ഇതിലൊരു തിരിച്ച് റെസിലിയൻ്റ് ആയിട്ട് വരാൻ ഹെൽപ്പ് ചെയ്ത് ഡെഫിനറ്റ്ലി ആ സപ്പോർട്ടീവായിട്ടുള്ള ഒരു പേരൻസിൻ്റെയും സിസ്റ്ററിൻ്റെയും പിന്നെ പാർട്ട്ണറിൻ്റെയും അങ്ങനെയൊക്കെ ഒരു ഹെൽപ്പായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇതേപോലെ ബാച്ച് 1 നമ്മുടെ ഗ്രൂപ്പ്, അത് ബാട്ടിയുടെ ഗ്രൂപ്പ്, അതായിരുന്നു എനിക്ക് അത് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. കാരണം അതിലെ നമുക്കിപ്പോൾ എല്ലാവരോടും ഡൗട്ട് ചോദിക്കാൻ പറ്റില്ലായിരിക്കും ചില സമയത്ത്. അപ്പം ഞാൻ അതിനകത്ത് ഒരു 2-3 സ്റ്റുഡൻസിനോട് പേഴ്സണലി ഡൗട്ട്സ് ഒക്കെ ചോദിക്കുമായിരുന്നു, അവരും എന്നോട് അങ്ങനെ ചോദിച്ചു. അപ്പം അങ്ങനെ ഒരു റാപ്പോ ഉണ്ടായിരുന്നു അതിലെ സ്റ്റുഡൻസുമായിട്ട്. അപ്പം നമുക്ക് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ഇപ്പോൾ 466 എന്നുള്ള റാങ്ക് കിട്ടി, എന്താണ് ഫ്യൂച്ചർ പരിപാടികൾ? എനിക്ക് തോന്നുന്നു ടീച്ചിങ് ഭയങ്കര ഇഷ്ടമാണെന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? ഡോക്ടർ, എനിക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ ഫേവറേറ്റ് സബ്ജക്ട് ഓറൽ പാത്തോളജി ആയിരുന്നു. അപ്പം ഇങ്ങനെ ഒരു റാങ്ക് കിട്ടിയപ്പം ഞാൻ ഒന്നും കൂടി എനിക്ക് ഡൗട്ട് ആവേണ്ട കാര്യമില്ല. അതായത് ഓറൽ പാത്തോളജി തന്നെ പേഴ്സ്യൂ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ അതേപോലെ തന്നെ ഓറൽ മെഡിസിനും എനിക്ക് ഈക്വലി ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്. അപ്പം ആ ഒരു കാര്യത്തിൽ മാത്രം ഒരു ചെറിയ കൺഫ്യൂഷൻ. പക്ഷേ എന്നാലും ഓറൽ പാത്തോളജിയിൽ ഇപ്പം പുതിയതായി വരുന്ന കുറേ സ്കോപ്പ് ഞാൻ കാണുന്നുണ്ട്. പലയിടത്തും കരിയർ ഓപ്പർച്യൂണിറ്റീസ്, ഇപ്പം നമുക്ക് ഫെലോഷിപ്സ് ആണെങ്കിലും ഒരുപാട് ഇപ്പം ഓറൽ പാത്തോളജിസ്റ്റിൻ്റെ ഫേവറിൽ ഇപ്പം പലതും വരുന്നുണ്ട്. അപ്പം നമുക്ക് റൂട്ട് കനാൽ ചെയ്യാൻ എൻഡോഡോണ്ടിസ്റ്റ് വേണ്ടിയതുപോലെ തന്നെ നമുക്ക് ഹിസ്റ്റോപാത്തോളജിക്ക് ഒരു ഓറൽ പാത്തോളജിൻ്റെ ആവശ്യമുണ്ട്. അപ്പം അതിൽ ആ ഒരു ഫീൽഡിൽ ഇനിയും ഡിസ്കവർ ചെയ്യണം എന്തൊക്കെയാണെന്നുള്ളത്. പക്ഷേ ടീച്ചിങ് ആണ് ഡെഫിനറ്റ്ലി എൻ്റെ ഫസ്റ്റ് ഒരു പ്രയോറിറ്റി. പ്രിപ്പറേഷൻ തുടങ്ങാൻ പോകുന്ന കുറേ ആൾക്കാരുണ്ടാവും, പല ഏരിയയിൽ സ്റ്റക്കായി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ ഒരു സക്സസ്സിൽ എന്താണ് അവരോട് പറയാനുള്ളത്? എങ്ങനെയാണ് അവർ മുന്നിലോട്ട് വരേണ്ടത്? അതെ, ഇപ്പം ഓൾറെഡി എക്സാം കഴിഞ്ഞ് ചിലവർക്ക് ചിലപ്പം എൻ്റെ അത്രയും എന്നെക്കാട്ടിൽ പ്രിപ്പയർ ചെയ്തവർക്ക് ചിലപ്പോൾ റാങ്ക് ഇതിലും ബാക്കിൽ വന്നവരുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മുടെ ലൈഫിൻ്റെ ഡിസൈഡിങ് ഫാക്ടർ അല്ല ഡെഫിനറ്റ്ലി. പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിന്റും ആകാം.
അപ്പം നമുക്കറിയാം ഇപ്പം നമ്മുടെ ഒരു BDS ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നുണ്ട്. ക്ലിനിക്സിലാണെങ്കിലും നമുക്ക് സാലറിയും ഒക്കെ കുറേ ഇഷ്യൂസ് നമുക്കിപ്പം BDS ഗ്രാജുവേറ്റ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് നിർത്തണമെങ്കിൽ നമുക്കൊരു അപ്പർ ഹാൻഡ് വേണം. അപ്പം അതിൽ ഒരു ഫാക്ടർ മാത്രമാണ് MDS എന്ന് പറയുന്നത്. അപ്പം നമുക്കൊരു ലൈഫ് ടേണിംഗ് പോയിന്റും കൂടിയാണ്. ഇപ്പം എന്നെപ്പോലെ ടീച്ചിങ് ഇഷ്ടമുള്ളവർക്ക് അതിൽ ഫോക്കസ് ചെയ്യാം. അതല്ല ഇപ്പോൾ ക്ലിനിക്കൽ സബ്ജക്ട്സ് മാത്രം ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞ പോലെ തന്നെ നെഗറ്റിവിറ്റി ഒക്കെ മാറ്റി നിർത്തി ആക്റ്റീവായിട്ട് നമുക്ക് എന്നാണോ പ്രിപ്പയർ ചെയ്യാൻ പറ്റുക അന്ന് പ്രിപ്പയർ ചെയ്യുക. അപ്പം അതിന് നമുക്ക് 1 വർഷം അല്ലെങ്കിൽ 2 വർഷം അങ്ങനെയൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ 1 മാസമോ 2 മാസം കൊണ്ടോ. കാരണം ഇന്റേൺസ് ചിലവർ ഫ്രഷ്ലി ഗ്രാജുവേറ്റ് ആവുന്നവർ എക്സ്റ്റൻഷനൊക്കെ ഉള്ളവർ 2 മന്ത്സിനകത്ത് പ്രിപ്പയർ ചെയ്ത് റാങ്ക് കിട്ടുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഡെഫിനറ്റ്ലി അങ്ങനെ പോസിറ്റീവ് ഒരു മൈൻഡ് സെറ്റിൽ പ്രിപ്പയർ ചെയ്യുക. അപ്പം നമുക്ക് ഡെഫിനറ്റായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. എന്തെങ്കിലും ഡോക്ടറിന് സ്പെഷ്യലായിട്ട് പറയാനുണ്ടോ? സ്പെഷ്യലായിട്ട് എല്ലാവർക്കും മാക്സിമം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. അതാണ് ഹാർഡ് വർക്ക് ഡെഫിനറ്റ്ലി വേണം. അതിൻ്റെ കൂടെ പെർസിസ്റ്റൻസ് വേണം. പിന്നെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കുക. ഇപ്പം എനിക്ക് വെഡ്ഡിങ് ഒക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവർക്കും ഓരോ എക്സ്ക്യൂസസ് കാണുമല്ലോ. ഓരോ വീട്ടിലും ഓരോ എമർജൻസി കാണും, പ്രശ്നങ്ങൾ കാണും. അപ്പോൾ അങ്ങനെയുള്ളപ്പം മാക്സിമം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക. എല്ലാ ദിവസവും നമുക്ക് 1000 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു 10 ക്വസ്റ്റ്യൻ ഒരു ദിവസം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് തന്നെ നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ബാട്ടിയുടെ കോച്ചിങ് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു എക്കോസിസ്റ്റം എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഡോക്ടർ മെയിനായിട്ട് ഞാനിപ്പം എൻ്റെ വീട്ടിൽ തിരുവല്ലയിലായിരുന്നു ഞാൻ പ്രിപ്പയർ ചെയ്തത്. അപ്പം വീട്ടിൽ തന്നെ ഇരിക്കുമ്പം നമുക്ക് ഇവിടെ വന്ന് നമ്മുടെ റീഡിംഗ് സെൻറ്റർ യൂസ് ചെയ്യാൻ ഒന്നുമുള്ള ഫെസിലിറ്റി ഇല്ല. പക്ഷേ നമുക്ക് ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗുരുക്കുൾ ആപ്പ്, ഭാട്ടിയ കാലിക്കറ്റിൻ്റെ ആപ്പ്. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളൊരു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ഒരു എൻവയൺമെൻറ്റ് തന്നെയായിരുന്നു. പിന്നെ നമ്മൾക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ട്. അപ്പം ഇതൊക്കെ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നോട്ട്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം അനാറ്റമി പോലുള്ള ടോപ്പിക്സ് ഒക്കെ എനിക്ക് ഒരിക്കലും ഇത്രയും ഒരു ലെവലിൽ പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും എനിക്ക് കവർ ചെയ്യാൻ പറ്റി. അനാറ്റമി, പിന്നെ അങ്ങനെ ഫിസിയോളജി, ബയോകെമിസ്ട്രി, അങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ. അപ്പോൾ അതൊക്കെ ഡെഫിനറ്റ്ലി ഭാട്ടിയ മാത്രം കാരണം ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യുമായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഈ സബ്ജക്ട്സ് ഒക്കെ എനിക്ക് ഒന്ന് ബ്രഷപ്പ് ചെയ്ത് പോകാനേ പറ്റത്തുള്ളായിരുന്നു. അപ്പം അതൊക്കെ ഡെഫിനറ്റ്ലി താങ്ക്സ് ടു ഭാട്ടിയ. എന്തായാലും ഡോക്ടറിന് വിചാരിച്ച ഒരു സീറ്റ്സ് തന്നെ ഡെഫിനറ്റ്ലി നമ്മൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ ചെയ്യാൻ വേണ്ടി പറ്റട്ടെ എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം. ഓൾസോ നല്ലൊരു ടീച്ചിങ് കരിയറിലോട്ട് മൂവ് ചെയ്യാനുള്ള ആ ഒരു കാര്യവും നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. നമ്മുടെ കൂടെ നമ്മളെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഈ ഒരു ടൈം സ്പെൻഡ് ചെയ്തതിൽ നന്ദി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഡോക്ടർ.